നമസ്കാരം. ഈ ആഴ്ച പ്രധാനമായിട്ടും ഒട്ടനവധി ചിത്രങ്ങളാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അവ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നും ഏതൊക്കെ നല്ല ചിത്രങ്ങളാണ് പ്രധാനമായും OTT റിലീസ് ചെയ്തിരിക്കുന്നത് എന്നും നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും 5 ചിത്രങ്ങളാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ മലയാളത്തിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു ചിത്രം എന്ന് പറയുന്നത് മാത്യു തോമസ് പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. തമിഴിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശിവകാർത്തികേയനും അതുപോലെ അഥർവയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി. സുധാ കൊങ്കരെ സംവിധാനം ചെയ്തിരിക്കുന്ന പരാശക്തി എന്ന് പറയുന്ന ഒരു സിനിമ തമിഴിൽ നിന്നും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ നിന്ന് അനൂപ് മേനോന്റെ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ചെക്ക്മേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസായിരുന്നു. അതുകൂടാതെ ഒട്ടനവധി നല്ല ചിത്രങ്ങൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നും അവ ഏതൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആഴ്ച OTT റിലീസ് ചെയ്ത ചിത്രങ്ങളെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചിത്രം നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് നായകനായ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് OTTയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നൗഫൽ അബ്ദുള്ളയാണ് ഈ ഹൊറർ കോമഡി സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ സംവിധായകൻ. റോഷൻ, ഷാനവാസ്, ശരത് സഭ, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വിഷ്ണു അഗസ്ത്യ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. C5 ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. മിത്തുകളും നിഗൂഢതകളും നിറഞ്ഞ നെല്ലിക്കാമ്പൊയിൽ എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ കഥ പറയുന്നത്. ജ്യോതിഷ് എ, സുനു AV എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം ചെക്ക്മേറ്റ്. അനൂപ് മേനോൻ, ലാൽ, രേഖ, ഹരീന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചെക്ക്മേറ്റ് OTTയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രം മനോരമ മാക്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രതീഷ് ശേഖറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പൂർണ്ണമായും അമേരിക്കയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ ഒരു കോർപ്പറേറ്റ് ത്രില്ലറാണ്. ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ CEO ആയ ഫിലിപ്പ് കുര്യനെ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. സിനിമയുടെ ഭൂരിഭാഗവും ന്യൂയോർക്കിലെ ലൊക്കേഷനുകളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മൂന്നാമത് OTT റിലീസ് ചെയ്ത ചിത്രം മിണ്ടിയും പറഞ്ഞും. ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് മിണ്ടിയും പറഞ്ഞും. അരുൺ ബോസ് സംവിധാനം ചെയ്ത ചിത്രം സൺനെക്സ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ദി ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയ ചിത്രത്തിൽ പ്രണയം, ക്ഷമ, പറയാതെ പോകുന്ന വികാരങ്ങൾ എന്നിവയാണ് കേന്ദ്ര ബിന്ദു. UAയിൽ ജോലി ചെയ്യുന്ന സനലും കേരളത്തിൽ താമസിക്കുന്ന ലീനയും തമ്മിലുള്ള ബന്ധമാണ് കഥയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ചിത്രം സൺനെക്സ്റ്റ് ആപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാലാമത് OTT റിലീസ് ചെയ്ത ചിത്രം ശിവകാർത്തികേയൻ, രവി മോഹൻ, ശ്രീലീല എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്ത പരാശക്തിയാണ്. ചിത്രം ഇപ്പോൾ OTTയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചിത്രം C5 റിലീസ് ചെയ്തിരിക്കുന്നത്. വിജയുടെ ജനനായകനൊപ്പം പരാശക്തിക്കും സെൻസർ ബോർഡിൽ നിന്നും പ്രദർശനാനുമതി ലഭിച്ചിരുന്നില്ല. പിന്നീട് മാറ്റങ്ങൾ വരുത്തിയ ശേഷമാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. 1965 തമിഴ്നാട്ടിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയിൽ ശിവകാർത്തികേയനൊപ്പം ശ്രീലീല, രവി മോഹൻ, അഥർവ, റാണ ദഗുപതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത ചിത്രം പ്രഭാസ് ഇരട്ട വേഷത്തിലെത്തിയ ഹൊറർ ഫാന്റസി ചിത്രം ദി രാജാസാബായിരുന്നു. ജനുവരി 9 രാജാസാബിന്റെ വേൾഡ് വൈഡ് റിലീസ്. ഐതിഹ്യങ്ങളും മിത്തുകളും സമന്വയിപ്പിച്ച പാൻ ഇന്ത്യൻ ഹൊറർ ഫാന്റസി ത്രില്ലർ ചിത്രമാണ് രാജാസാബ്. ഫാമിലി എന്റർടൈനറായി എത്തിയ ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. മാരുതി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത രാജാസാബിൽ പ്രഭാസിനൊപ്പം സഞ്ജയ് ദത്ത്, നിധി അഗർവാൾ, മാളവിക മോഹൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്.